നമുക്കെങ്ങനെ ഏറ്റവും നല്ല മനുഷ്യനായി മാറാം? ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുമ്പം ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യലിൽ നമുക്ക് എങ്ങനെ ആയിത്തീരാം? ഒന്ന് കൈ പൊക്കാവോ? ഒന്നുകൂടെ പൊക്കാവോ? ഇത്രയും സാധ്യത നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് കൈ പൊക്കാൻ പറഞ്ഞപ്പം ഇവിടം വരെ പോയുള്ളൂ. നമ്മുടെ സാധ്യത എത്രയാ? ഇത്രയാ. നമ്മളൊരു ആക്ഷൻ എടുത്തപ്പോൾ, നമ്മളൊരു തീരുമാനം എടുത്തപ്പോൾ ഇവിടം വരെ പോയുള്ളൂ. നമ്മളെ കൊണ്ട് ഇത്രയും പോവും. ഈ സാധ്യതയെ നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന് അസാധ്യമായ ഒന്നും ഈ ഭൂമിയിലില്ല ബൈ ദ വിൽ ഓഫ് ഗോഡ്, അല്ലേ? അതുകൊണ്ടല്ലേ പട്ടിയും പൂച്ചയും കാക്കയൊന്നും ഉണ്ടാക്കാത്ത ബുർജ് ഖലീഫ മനുഷ്യനെ ഉണ്ടാക്കിയേ, അല്ലേ? ഒരു മൃഗങ്ങളും ഉണ്ടാക്കാത്ത രീതിയിലെ കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഇല്ല എന്നല്ല, മനുഷ്യന്മാർ ഉണ്ടാക്കിയെടുത്ത കമ്മ്യൂണിറ്റി, മനുഷ്യന്മാരുണ്ടാക്കിയെടുത്ത ടെക്നോളജി, ലോകത്തിൽ ഒരു സൃഷ്ടിക്കും ആ ഒരു കഴിവ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ സ്കിൽ സെറ്റ്സുകൾ, നമ്മുടെ അറിവുകൾ, ഇതിൻ്റെ ബേസ് ഈസ് വെരി ഹൈ. മാക്സിമം ലെവലിൽ പോകാൻ പറ്റും. നമ്മളതിനെ പീക്ക് പെർഫോമൻസ് എന്ന് പറയും. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, നെഗോഷിയേഷൻ സ്കിൽസ് വേണം, നമ്മളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും ഒക്കെ വേണം. മൈൻഡ് സെറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലേ? ഇന്ന് എവിടെ തിരിഞ്ഞാലും മൈൻഡ് പവർ ട്രെയിനിങ്ങും മോട്ടിവേഷണൽ പ്രോഗ്രാമിൻ്റെയൊക്കെ ബഹളമാണ്. ബട്ട് ഐ ആം അഗൻസ്റ്റ് ദിസ് സോ കോൾഡ് മൈൻഡ് പവർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷണൽ പ്രോഗ്രാംസ്. കാരണം നമുക്ക് വേണ്ടത് മോട്ടിവേഷൻ ആണോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കണം. നമുക്ക് മോട്ടിവേഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ UAE വരുമോ? മോട്ടിവേറ്റഡ് ആയതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്, ഇല്ലെങ്കിൽ നാട്ടിലല്ലേ നിൽക്കുള്ളൂ, അല്ലേ? നമ്മുടെ ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം, നമ്മുടെ ജീവിത നിലവാരങ്ങളെ മാറ്റണം, നമ്മുടെ സാമ്പത്തികമായ അവസ്ഥകൾ മാറണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ മോട്ടിവേഷൻ്റെ കുറവുള്ളത് കൊണ്ടൊന്നുമല്ല പ്രവാസി ഇവിടെ നിൽക്കുന്നത്. നമ്മൾ മോട്ടിവേറ്റഡ് ആണ്. നമുക്ക് വേണ്ടത് മോട്ടിവേഷൻ അല്ല, നമുക്ക് വേണ്ടത് ആക്ടിവേഷനാണ്. നമുക്ക് ആക്ഷനിലേക്ക് പോകാൻ സാധിക്കണം. ഇന്നലെ വരെ എടുത്ത തീരുമാനങ്ങൾ, നിലപാട്, ആക്ഷൻ, ഇതിൻ്റെ കോമ്പിനേഷനാണ് ഇന്നത്തെ എൻ്റെ ജീവിതം. അപ്പം നാളെ എനിക്ക് പുതിയൊരു ജീവിതം വേണമെങ്കിൽ ഇന്നലെ എടുത്ത അതേ തീരുമാനങ്ങൾ, അതേ ഡിസിഷൻസ്, അതേ നിലപാട്, അതേ ആക്ഷൻസ് എടുത്താൽ നാളെ എനിക്ക് പുതിയൊരു ലൈഫ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു റിയലൈസേഷനാണ് ഈ പ്രോഗ്രാം. എങ്ങനെ നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാം, എങ്ങനെ പുതിയ ആക്ഷൻസ് എടുക്കാം, ഹൗ ടു മേക്ക് ന്യൂ ഡിസിഷൻസ് ആൻഡ് ടേക്ക് ന്യൂ ആക്ഷൻസ് സോ ദാറ്റ് വി ഗെറ്റ് എ ന്യൂ ലൈഫ്. ഇതിൻ്റെ ചെയിൻ മനസ്സിലാക്കണം. ഡെസിഷൻ, ആക്ഷൻ, ലൈഫ്. ഡെസിഷൻ മാറി ആക്ഷൻ മാറിയാൽ ലൈഫും മാറും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഐ വിൽ നോട്ട് ചേഞ്ച് യുവർ ലൈഫ് അണ്ടിൽ യു ചേഞ്ച് ഇറ്റ് ബൈ യുവർ സെൽഫ്. ഞാൻ നിങ്ങളുടെ ജീവിതം മാറ്റില്ല അണ്ടിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാതെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാതെ ഞാൻ പോലും മാറ്റില്ല എന്ന് പറഞ്ഞത് ഈശ്വരനാണ്. നമ്മൾ മാറ്റില്ല. കാരണം നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മുടെ തീരുമാനം മാറണം. നമ്മുടെ തീരുമാനം മാറിയാലേ നമ്മുടെ ആക്ഷൻസ് മാറുള്ളൂ.